എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെലീനിയത്തിലെ പേജ് ലോഡ് ടൈം ഔട്ടിന്റെ യൂസ് ആണ്. എന്താണ് പേജ് ലോഡ് ടൈം ഔട്ട് നമുക്ക് നോക്കാം. സെറ്റ്സ് ദ എമൗണ്ട് ഓഫ് ടൈം ടു വെയിറ്റ് ഫോർ എ പേജ് ലോഡ് ടു കംപ്ലീറ്റ് ബിഫോർ ത്രോയിങ് ആൻ എറർ. ഡീഫോൾട്ട് വെയിറ്റ് ടൈം ഈസ് 300 സെക്കൻഡ്. പേജ് ലോഡ് ടൈം ഔട്ട് യൂസ് ചെയ്ത് നമുക്ക് ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്തെടുക്കുന്ന ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ടൈം ഔട്ട് യൂസ് ചെയ്ത് ഒരു ടൈം മെൻഷൻ ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്ത ടൈമിനേക്കാൾ കൂടുതൽ സമയം എടുത്താണ് വെബ്സൈറ്റ് ലോഡ് ആകുന്നത് എന്നുണ്ടെങ്കിൽ സെലീനിയം ടൈം ഔട്ട് എക്സെപ്ഷൻ ത്രോ ചെയ്യും. അതായത് നമ്മൾ 30 സെക്കൻഡ്സ് ഈ ടൈം ഔട്ടിനകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 30 സെക്കൻഡിനുള്ളിൽ സെലീനിയം കോഡ് യൂസ് ചെയ്ത് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയില്ല എന്നുണ്ടെങ്കിൽ ടൈം ഔട്ട് എക്സെപ്ഷൻ ത്രോ ചെയ്യും. ഇനി നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഈ ടൈം ഔട്ട് മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സെലീനിയം ഡീഫോൾട്ട് ആയിട്ട് ഒരു വെയിറ്റ് ടൈം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 300 സെക്കൻഡ്, 5 മിനിറ്റ്സ്. അപ്പോൾ 5 മിനിറ്റ്സ് വരെ സെലീനിയം വെയിറ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും എറർ ത്രോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു റെക്കമെൻഡഡ് രീതിയല്ല. 5 മിനിറ്റത്തോളം നമ്മുടെ സ്ക്രിപ്റ്റ് സ്ലോ ആകും. അതുപോലെ 5 മിനിറ്റ് കൊണ്ട് ലോഡ് ആകുന്ന ഒരു വെബ്സൈറ്റിന് സീരിയസ് പെർഫോമൻസ് ഇഷ്യൂ ഉണ്ട്. അത് എന്തായാലും നമ്മൾ റെക്ടിഫൈ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ കോഡിനകത്ത് പേജ് ലോഡ് ടൈം ഔട്ട് മെൻഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിന്റെ ഡീഫോൾട്ട് ടൈമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ലിങ്കാണിത്. ഈ ലിങ്ക് ഞാൻ ഓൾറെഡി ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് URL ദ ഇന്റർനെറ്റ് ഹിറോക്കു ആപ്പ് .com എന്നുള്ള വെബ്സൈറ്റ് ആണ്. നമുക്ക് ആദ്യം ഈ ഡോക്യുമെന്റേഷനിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാം പേജ് ലോഡ് ടൈം ഔട്ടിന്റെ ഡീഫോൾട്ട് വെയിറ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. ഇത് മില്ലി സെക്കൻഡ്സിലാണ്, 3 lakhs എന്നാണ്. അതാണ് 300 സെക്കൻഡ്, 5 മിനിറ്റ്സ് വരും. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോകാം. ഞാൻ എക്ലിപ്സ് ID ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പേജ് ലോഡ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് വെബ് ഡ്രൈവറിന്റെ ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്ത് വിൻഡോ മാക്സിമൈസ് ചെയ്യാനുള്ള കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെസ്റ്റ് URL ഓപ്പൺ ചെയ്യാനുള്ള കോഡും അതിനുശേഷം ഓപ്പൺ ആയി വരുന്ന വെബ്സൈറ്റിന് ടൈറ്റിൽ പ്രിന്റ് ചെയ്യാനുള്ള കോഡും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പേജ് ലോഡ് ടൈം ഔട്ട് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്യാം. ഡ്രൈവർ ഡോട്ട് മാനേജ് ഡോട്ട് ടൈം ഔട്ട്സ് ഡോട്ട് പേജ് ലോഡ് ടൈം ഔട്ട് ഡ്യൂറേഷൻ ഡോട്ട് ഓഫ് സെക്കൻഡ്സ്. ഞാൻ 1 സെക്കൻഡ് എന്ന് കൊടുക്കുവാണ്. ഇന്റൻഷ്യലി ഇത് ഫെയിൽ ആകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. 1 സെക്കൻഡ് കൊണ്ട് ഈ വെബ്സൈറ്റ് ലോഡ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. 1 സെക്കൻഡ് ലോഡ് ആയില്ലെങ്കിൽ എക്സെപ്ഷൻ ത്രോ ചെയ്യും. ഞാൻ ഈ പേജ് ലോഡ് ടൈം ഔട്ട് ഡോക്യുമെന്റേഷൻ നിങ്ങൾ കാണിക്കാം. സെറ്റ്സ് ദ എമൗണ്ട് ഓഫ് ടൈം ടു വെയിറ്റ് ഫോർ എ പേജ് ലോഡ് ടു കംപ്ലീറ്റ് ബിഫോർ ത്രോയിങ് ആൻ എറർ. ഇതാണ് ഡോക്യുമെന്റേഷൻ പറയുന്നത്. ഇനി നമുക്ക് ഈ സ്ക്രിപ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. കൺസോളിൽ എറർ വന്നിട്ടുണ്ട്, ടൈം ഔട്ട് എക്സെപ്ഷൻ. കാരണം നമ്മൾ 1 സെക്കൻഡ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 1 സെക്കൻഡിനുള്ളിൽ വെബ്സൈറ്റ് ലോഡ് ആയില്ല, അതുകൊണ്ടാണ് ഈ എക്സെപ്ഷൻ വന്നത്. നമുക്കിത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. 5 എന്ന് ഞാൻ ആക്കുവാണ്. അതിനുശേഷം സ്ക്രിപ്റ്റ് റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഫൈവ് സെക്കൻഡ്സ് കൊടുത്തപ്പോഴത്തേക്കും വെബ്സൈറ്റ് ഓപ്പൺ ആയി. അതുപോലെ ടൈറ്റിലും കൺസോൾ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. ടൈറ്റിലും വന്നു. അപ്പോൾ ഇതാണ് പേജ് ലോഡ് ടൈം ഔട്ടിന്റെ യൂസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.